എൻ്റെ പേര് പ്രതീഷ് എന്ന കുട്ടെന്നാണ്. നാട്ടിലറിയപ്പെടുക കുട്ടെന്നാണ്. എൻ്റെ സ്ഥാപനം നിൽക്കുന്നത് പാങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഇരുമ്പ് വർക്കർമാരാണ്. മൊത്തത്തിൽ തുടങ്ങിയിട്ട് ഒരു 10-25 വർഷമായി. എൻ്റെ സ്ഥാപനം സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 2010 തുടങ്ങിയാണ്. പാങ്ങ് അന്ന് മുതലുള്ളതാണ്. 2010 സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാനിപ്പോൾ ഇരുമ്പുപരമായിട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഒരു ഇരുമ്പ് കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ഈ പ്രായത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഇതൊക്കെ പഴയ വർക്കും ഇപ്പോഴത്തെ വർക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അന്ന് ഇത്ര അധികം ആൾട്രേഷൻ വർക്കുകളില്ല ഇരുമ്പ് വെച്ചിട്ട്. ഇപ്പോൾ ഒരുപാട് വർക്കുകൾ ആൾട്രേഷൻ വർക്ക്, ഇപ്പോൾ നമ്മളെ എന്ത് വർക്കുകളാണെങ്കിലും ഒക്കെ ഇരുമ്പിലാണല്ലോ കൂടുതൽ ചെയ്യുന്നത്. നമ്മളെ വർക്കർമാർ അധികം പുറത്തുള്ള ഇന്ത്യക്കാരാണ് കൂടുതൽ, മലയാളീസ് കമ്മിയാണ്. അവരെല്ലാ വിധത്തിലുള്ള വർക്കുകളും അവരും തന്നെ നമ്മളെ പോലെ തന്നെ ചെയ്യാൻ മിടുക്കന്മാരായ പണിക്കാരാണ് നമ്മളെ വർക്കർമാർ മൊത്തം. നമ്മളിപ്പോൾ ഏറ്റവും വലിയ വർക്ക് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് സെയ്ത്തോൺ ക്യാമ്പസ് എന്ന് പറഞ്ഞ പാങ്ങ് സ്ഥിതി ചെയ്യുന്ന ആ കോളേജിലാണ്. അതിലെല്ലാ വർക്കുകളും എ മുതൽ സെഡ് വരെയുള്ള വർക്കുകൾ, സ്റ്റെയർ ആൻഡ് ഡ്രസ് വർക്ക്, ലിഫ്റ്റ്. ഇത് നമ്മള് സെയ്ത്തോൺ കോളേജ് എന്ന് പറഞ്ഞ കോളേജിലേക്ക് ഉണ്ടാക്കിയ ലിഫ്റ്റ് ആണ്. അതിൽ ഫുഡ് മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഓപ്പറേറ്റിംഗ് പറഞ്ഞാൽ ഇത് സെയ്ത്തോൺ കോളേജിന്റെ 2ാമത്തെ ഫ്ലോറിലെ മെസ്സാളാണ്. ഇതിന്റെ ഡ്രസ് വർക്ക് മൊത്തം നമ്മൾ ചെയ്താണ്. സാധാ ഓട് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പോളോ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 16 ഏജ് പൈപ്പ് വെച്ചിട്ട് നമ്മൾ മൊത്തം ഇത് ഡ്രസ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുത്താണ്. ആൻഡ്രയില്, ഊഞ്ഞാല്, മുതൽ സെഡ് വരെയുള്ള വർക്കുകൾ നമ്മൾ ഒരു 7 വർഷമായിട്ട് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സെയ്ത്തോൺ കോളേജ്. അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മളെല്ലാവരും നമ്മളായിട്ട് ഒരു കൂട്ടുകാരെന്നുള്ള രീതിയിൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്യണത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ക്യാമ്പസ് തന്നെയാണ്. സെയ്ത്തോൺ ക്യാമ്പസ് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉയർച്ചയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. സെയ്ത്തോൺ ക്യാമ്പസാണ്. അതിൽ എല്ലാ സ്റ്റാഫുകളും നമ്മളെ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു സഹോദരൻ എന്നുള്ള രീതിയിലാണ് അവർ നമ്മളെ കാണുന്നത്. കൂടുതൽ നമ്മളതുപോലെ തന്നെയാണ് അവരും കാണുന്നത്. അതിൻ്റെ ഓരോ വ്യക്തികളുടെ പേര് ഞാൻ എടുത്ത് പറഞ്ഞില്ല. അത് നല്ല സപ്പോർട്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. അത് മറക്കാൻ കഴിയാത്തൊരു അനുഭവം തന്നെയാണ്. എല്ലാ വർക്കുകളും ഇതുവരെ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിവിടെ ഒരു ബെഞ്ച് പൊട്ടിയത് വെൽഡ് ചെയ്യാൻ വേണ്ടി വന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഇവരാണ് നമ്മളെ പിടുത്ത് ഇത്രയും വർക്കുകളൊക്കെ നമുക്ക് തന്നത്. എൻ്റെ പേര് ഷഫീഖ്. സെയ്ത്തോൺ റാഷൽ ക്യാമ്പസിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. ഈ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഏരിയകളിലും നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞ 10 വർഷമായി ഓരോ വർഷവും നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ നടക്കാറുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് വ്യത്യസ്ത ഏരിയകളിൽ നമ്മൾ ഇടപെടുമ്പോഴും ചില ടീംസിന്, ചില കോൺട്രാക്ടേഴ്സിന് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. അതിലൊന്നാണ് ഞങ്ങൾ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന പ്രതീഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന വരിക്കോട്ടിൽ ഇൻഡസ്ട്രീസിൻ്റെ ഇവിടുത്തെ വർക്കുകൾ. ഇവിടുത്തെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഒരു തരത്തിൽ ഒരു ടീം ചെയ്യുമ്പോഴും ഇൻഡസ്ട്രിയൽ വർക്കുകൾ മുഴുവൻ റൂഫ് ഇടുന്നതും ഷീറ്റ് ഇടുന്നതും മറ്റ് A to Z ആൻഡ്രയിലുകളാവട്ടെ, മറ്റ് പിന്നെ ഇവിടുത്തെ ഗാർഡനിലേക്ക് വേണ്ട ഊഞ്ഞാലുകളാവട്ടെ, ചെറിയ കുഞ്ഞു പലകൾ തൊട്ട് ഇതിൻ്റെ മൊത്തം റൂഫ് വരെ ശരിക്കും വരിക്കോട്ടിൽ ടീംസാണ് ഇവിടെ ചെയ്യുന്നത്. വളരെ കൃത്യമായി സമയബന്ധിതമായി അതോടൊപ്പം എല്ലാ തിരക്കുകൾക്കിടയിലും ഡെഡിക്കേഷനോടുകൂടി സെയ്ത്തോൺ ക്യാമ്പസിൻ്റെ കൂടെ നിൽക്കാൻ, പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുന്നു എന്നതിൽ വരിക്കോട്ടിൽ ടീംസിന് വളരെ കൃത്യമായി നന്ദി അർപ്പിക്കുന്നുണ്ട്. ഓരോ തരത്തിലും ഓരോ വർഷവും ഇതുപോലെ വർക്കുകൾ നടക്കാറുണ്ട്. സെയ്ത്തോണിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച സെയ്ത്തോൺ ഫൗണ്ടേഷന് കീഴിൽ നടക്കുന്ന 3 ക്യാമ്പസുകളിലൊന്നാണ് പടപ്പറമ്പ് പാങ്ങിലുള്ള സെയ്ത്തോൺ റാഷൽ ഗേൾസ് ക്യാമ്പസ്. സമാനമായ ഒരു ക്യാമ്പസ് പാലക്കാട് ജില്ലയിലെ കൈപ്പുറത്തുണ്ട്, പട്ടാമ്പിക്കടുത്ത്. കഴിഞ്ഞ വർഷം 2025 മുതൽ ആരംഭിച്ച ഒരു പുതിയ ക്യാമ്പസ് കണ്ണൂരിലുണ്ട്, പയ്യന്നൂർ അരവഞ്ചാലിൽ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 10 വർഷക്കാലത്തേക്ക് ഒരു 10-20ഓളം ക്യാമ്പസിലേക്ക് വ്യാപിക്കപ്പെടുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന സെയ്ത്തോൺ ഫൗണ്ടേഷൻ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള പ്രതിഭകളെ, ഇത്തരത്തിലുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീംസിനെ എന്നും നന്ദിപൂർവ്വം ഓർക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്.
അത് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ ലാസ്റ്റ് ഇപ്പൊ തിരുപ്പതി വരെ പോയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. തിരുപ്പതി ഒരു 10 കിലോമീറ്റർ പുറത്ത് വരെയുള്ള വർക്കുകൾ ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാരൻ്റെ വർക്കുകൾ. അവിടെ ഒരു ബേക്കറിന്റെ വർക്കായിരുന്നു, ഷീറ്റ് വർക്ക് പ്ലസ് എൻ്റെ ആൾട്രേഷൻ വർക്കുകളായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് 4-5 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. തിരുപ്പതി, ആന്ധ്ര, അങ്ങനെ 4-5 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. പുറത്ത് എവിടെ കിട്ടിയാലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല വർക്കാണെങ്കിൽ നമ്മൾ പോയി ചെയ്യാറുണ്ട്. പിന്നെ അതിനുപരി ഇവിടുത്തെ നാട്ടിലത്തെ ഒരുവിധ വർക്കുകളൊക്കെ അതും ചെയ്യുന്നുണ്ട്. നാട്ടില് കൂടുതലായിട്ട് വരുന്ന ഡ്രസ് വർക്ക്, ഓട് വർക്ക്, സീലിംഗ് വർക്ക്, സീലിംഗ് ഓട് വെച്ചിട്ടുള്ള ഡ്രസ് വർക്ക്, പിന്നെ സ്റ്റെയർ, മറ്റുള്ള എല്ലാവിധ ഇരുമ്പുപരമായിട്ടുള്ള എല്ലാ വർക്കുകളും നമുക്ക് ചെയ്യാൻ നേരം കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളൂ. ശരിക്കും പറഞ്ഞാല് ഇത് ശരിക്കും പറഞ്ഞപ്പോ കുറച്ച് സൈറ്റ് വർക്കുകാർ ഇറങ്ങിയോണ്ട് ഞങ്ങൾ സ്ഥാപനത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതിന്റെ വാടക അടയ്ക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, പഞ്ചായത്തിൽ ലൈസൻസ് അടയ്ക്കണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സൈറ്റ് വർക്കുകാർ ഇറങ്ങിയോട് കൂടിയിട്ട് ഈ ഫീൽഡിന് ശരിക്കും ഇതിന് നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നത് ശരിക്കും തകരാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു അനുഭവം വെച്ചിട്ട് അവർക്ക് വാടക കൊടുക്കണ്ട, മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അവർ നേരെ സൈറ്റിൽ വന്നിട്ട് കസ്റ്റമറെ കറണ്ട് എടുത്തിട്ട് അവർ വർക്ക് ചെയ്ത് പോണു. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് പുറത്തൊരു സൈറ്റിൽ വർക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളെ റൂമിന്റെ വാടക അടയ്ക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എങ്കിലും കൂടിയിട്ട് നമ്മളെ വർക്ക് ഇപ്പോൾ പഴയതിനേക്കാൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തി എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. ഭാവി ഇതന്നെയാണ് ഞാൻ എന്തായാലും മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നല്ല നല്ല, അതായത് ബുദ്ധി കൂടുതൽ വർക്ക് ചെയ്യണ വർക്കുകൾ കിട്ടണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഫാമിലി, അമ്മ, പിന്നെ ഭാര്യ, 2 കുട്ടികൾ, ഇവരടങ്ങിയ കുടുംബമാണ്. എനിക്ക് ഈ ഫീൽഡിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് പറയാനുള്ളത് കടപ്പാടും എനിക്കുള്ളത് 3 വ്യക്തികളോടാണ്. അതൊന്ന് കുഞ്ഞാണി വാഴയിൽ, നാണി, പിന്നെ അംസാക്ക എന്ന് പറയും. അങ്ങനെ 3 പേരാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ ഫീൽഡിലേക്ക് നമ്മൾ എടുത്ത് ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അവരോട് എന്നും നമുക്ക് ആ കടപ്പാടുണ്ട് അവരോട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ചൈന ഓട് അറിയാം, അതായത് സെറാമിക് ഓടും അതിന്റെ അടിയിൽ ടൈൽസ് ഓടിന്റെ വർക്കാണ് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ട് പോയിക്കൊണ്ട്. അതിന്റെ ഗുണം എന്താ വെച്ചാൽ പുറത്ത് ചൂടാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര തണുപ്പായിരിക്കും. സീലിംഗ് ഓട് മേഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ആ റൂമൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. അതെ, സ്ക്വയർ ഫീറ്റാണ്. അത് ഓരോ സൈറ്റുകൾ കണ്ടിട്ട് ആ സൈറ്റിനനുസരിച്ചാണ് നമ്മൾ ലോഡ് ഇറക്കാനും വർക്ക് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമുള്ളതനുസരിച്ചാണ് നമ്മൾ അതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയില്ല. അതിന് ഫിക്സഡ് ചാർജ് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ സൈറ്റിനനുസരിച്ചാണ് അതിന്റെ ചാർജ് വരല്. നല്ല റിസൾട്ട്, ജനങ്ങളെ സപ്പോർട്ട്. നമ്മളെ സംബന്ധിച്ച് നാട്ടിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടുകൾ നമുക്കുണ്ട്. നമ്മൾ ഒരുപാട് ഇപ്പൊ നമ്മൾ ആന്ധ്ര പോയി പണിയെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാരന്മാർ തന്നെയാണ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണത്. പിന്നെ കുറച്ച് കസ്റ്റമർ തെറ്റിപ്പോണെന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് തെറ്റിപ്പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വർക്ക് കമ്മിയായെന്നുള്ളൊരു വന്നിട്ടില്ല ഇതുവരെ. ഇപ്പോ മെയിനായിട്ട് സ്റ്റെയർ, പൈപ്പ് 8-4 അങ്ങനത്തെ പൈപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെയർ ആണ് അധികം നടന്നുകൊണ്ട് പോകുന്നത്. ഫുള്ള് സ്റ്റെപ്പ് അടക്കം പ്ലേറ്റ് വെച്ചിട്ടുള്ള സ്റ്റെയർ ആണ് കൂടുതൽ നടന്നു പോകുന്നത്. ഇപ്പോൾ കോൺക്രീറ്റിന്റെ സ്റ്റെയർ പൊതുവെ കമ്മിയാണ്. കൂടുതൽ ഇപ്പോൾ മൂവിങ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എടുത്ത വർക്കിന് പൊതുവെ കംപ്ലൈന്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ പാരമ്പര്യമായിട്ട് ഇതിന്റെ വർക്കർമാർ ആയതുകൊണ്ടാണോ എന്താന്നുള്ള അറിയില്ല. നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ഒരു വീണ്ടും നമ്മൾ റിപ്പയർ ചെയ്യേണ്ട ആവശ്യത്തിലായിട്ട് വന്നിട്ടില്ല. കാരണം മലപ്പുറം ജില്ലയിലെ പാങ് പ്രദേശമായ പാങ് ചേണ്ടി എന്ന സ്ഥലത്താണ് എൻ്റെ സ്ഥാപനം ഉള്ളത്. എൻ്റെ സ്ഥാപനത്തിന്റെ പേര് വരിക്കോട്ടിൽ ഇൻഡസ്ട്രീസ്, വളാഞ്ചേരി റോഡ്, പാങ് ചേണ്ടി എന്നാണ്.